നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിർദ്ദേശം നൽകി കമ്മീഷൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളിൽ കർശന നിർദ്ദേശങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു പരാമർശവും പാടില്ല. ധനകാര്യമന്ത്രിയുടെ പ്രസംഗത്തിൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ വിജയവും പുരോഗതിയും പ്രതിപാദിക്കരുത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ബഡ്ജറ്റിന് പകരം വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കണം. രാജ്യത്ത് നടക്കേണ്ടത് നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പെന്നും കമ്മീഷൻ. വിശദീകരണം ബഡ്ജറ്റ് നീട്ടിവെക്കണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം സുപ്രീം കോടതി തള്ളിയതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമായി നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമെന്ന് കോൺഗ്രസ്. അത് ഭംഗിയായി നിർവഹിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പാർട്ടി. വിജിലൻസിന് വിമർശനം. പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ വിജിലൻസിന് കോടതി വിമർശനം. സ്വകാര്യ ഭൂമി കയ്യേറിയതിന് തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല? പരാമർശം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജിയിൽ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ VSന്റെ അഭിഭാഷകന് കോടതി നിർദ്ദേശം. അന്വേഷണ രേഖകൾ ലോകായുക്തയുടെ കയ്യിലെന്നും റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സാവകാശം വേണമെന്നും വിജിലൻസ്. ആവശ്യത്തെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി കോടതി. തിരയടിക്കുന്ന ആശങ്ക. വിഴിഞ്ഞത്ത് പുലിമുട്ട് നിർമ്മാണം നിലച്ചതോടെ തുറമുഖ പദ്ധതിയിൽ അനിശ്ചിതത്വം. പുലിമുട്ട് നിർമ്മിക്കാൻ പാറയ്ക്ക് പകരം സ്റ്റീൽ ഉപയോഗിക്കാൻ ധാരണയായതായി സൂചന. ഇത് സംബന്ധിച്ച് സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അദാനി ഗ്രൂപ്പ്. അതേസമയം സ്റ്റീൽ ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോപണം. 3 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ടിനായി വേണ്ടിവരുന്നത് 50 ലക്ഷം ടൺ കരിങ്കല്ല്. എന്നാൽ പാറ ഇറക്കുമതി നിർത്തിവെച്ചതോടെ വെട്ടിലായി ക്വാറി വ്യാപാരികൾ. തുറമുഖ കരാർ അനുസരിച്ച് പുലിമുട്ട് നിർമ്മിച്ചു നൽകേണ്ടത് സംസ്ഥാന സർക്കാരായിരിക്കെ പ്രശ്നത്തിൽ ഭരണതലത്തിൽ നിന്ന് ഇടപെടലുണ്ടാകാത്തതിലും പ്രതിഷേധം. വിമർശിച്ച് ഉലകനായകൻ. ജല്ലിക്കെട്ട് പ്രക്ഷോഭകർക്കെതിരെയുള്ള പോലീസ് നടപടിയെ വിമർശിച്ച് കമലഹാസൻ. ചെന്നൈയിലുണ്ടായ പോലീസ് അക്രമങ്ങളിൽ തൃപ്തികരമായ വിശദീകരണം നൽകണം. ജല്ലിക്കെട്ട് നടത്താൻ സ്ഥിരം നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിന് 20 വർഷത്തെ പഴക്കമുണ്ടെന്നും ഉലകനായകൻ. അതിനിടെ ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓട്ടോറിക്ഷയ്ക്ക് തീ കൊളുത്തുന്ന ദൃശ്യം വിവാദത്തിൽ. സമാധാനപരമായി നടന്ന പ്രക്ഷോഭം സംഘർഷത്തിൽ കലാശിച്ചത് ഈ സംഭവത്തെ തുടർന്നെന്ന് ആരോപണം. ദൃശ്യത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നു. പണി തുടങ്ങി ട്രംപ്. പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അമേരിക്കയിൽ സമ്പൂർണ്ണ ശുദ്ധികലശവുമായി ഡൊണാൾഡ് ട്രംപ്. ഒബാമ കെയർ പദ്ധതി നിർത്തലാക്കിയതിനു പിന്നാലെ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ട്രാൻസ് പസഫിക് കൂട്ടായ്മയിൽ നിന്നും പിൻവാങ്ങി. പസഫിക് സമുദ്രത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വ്യാപാര സഖ്യമായ ട്രാൻസ് പസഫിക്കുമായി ബരാക് ഒബാമ കരാർ ഒപ്പുവെച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ. വിയന്നയ്ക്കും മലേഷ്യയ്ക്കും വൻ തിരിച്ചടിയാകുന്ന അമേരിക്കയുടെ പിന്മാറ്റം ചൈനയ്ക്ക് ഗുണകരമാകുമെന്നും സൂചന. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ, പവൻ 22,160 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.